ഹായ് ഹലോ. അപ്പൊ നമുക്ക് അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 8ാമത്തെ ക്വസ്റ്റ്യനെ എന്താ കണ്ടറിയാം, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ എന്താ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞെന്താ, എഫ് ഓഫ് എക്സ് ആരാ, ഇതാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to x² t² minus 8t plus 15 divided by e raised to t dt ആണ്. Then number of local maximum and local minimum points of function respectively are. അല്ലെ, നമുക്ക് എന്ത് കാണാം, ഈ ഫംഗ്ഷനിൽ എത്ര ലോക്കൽ മാക്സിമം ഉണ്ട്, എത്ര ലോക്കൽ മിനിമം ഉണ്ട് കാണാം. അല്ലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോക്കൽ മാക്സിമം ആണെങ്കിലും ലോക്കൽ മിനിമം ആണെങ്കിലും ഡെറിവേറ്റീവ് വാല്യൂ 0 എന്ന പോയിന്റ് അല്ലേ. അല്ലെ, അപ്പൊ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം, ഡെറിവേറ്റീവ് വാല്യൂ കാണണ്ടേ. അല്ലെ, അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ആദ്യം കാണണം. അല്ലെ, എന്നിട്ട് അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. ആ പോയിന്റുകളാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ആവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ dy by dx വരിക, എഫ് ഡാഷ് എക്സ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ 0 to x t² minus 8t plus 15 divided by e raised to t. അത് ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. അല്ലെ, ഇനി നമുക്ക് എല്ലാവർക്കും വരാം, ഡെറിവേറ്റീവും ഇന്റഗ്രേഷനും ഒരുമിച്ച് വന്നാൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യാം, ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യാം. അല്ലെ, സോ ഇവിടെ എന്താ അപ്ലൈ, നമ്മൾ ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്താണ് ലെബനിസ് റൂൾ വരിക, dy by dx. ലെബനിസ് റൂൾ എന്ന് പറഞ്ഞാല് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടുത്തെ വേരിയബിളിന് പകരം ഇവിടെ വേരിയബിൾ എന്താണോ ആ വേരിയബിളിന് പകരം എന്ത് കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക. അല്ലെ, ഇവിടുത്തെ വേരിയബിൾ ആരാ, ടി അല്ലേ. അല്ലെ, അപ്പൊ ടിക്ക് പകരം എന്ത് കൊടുക്കാം, എക്സ് അല്ലെ, x² ആണ് അപ്പർ ലിമിറ്റ് അല്ലെ. അപ്പൊ x² ടിക്ക് പകരം കൊടുക്കുക. അല്ലെ, അപ്പൊ ടിക്ക് പകരം x² കൊടുത്താലേ t² x² സ്ക്വയർ അല്ലേ, എന്താ വരിക x⁴ മൈനസ് 8t എന്താ 8x² പ്ലസ് 15 ഡിവൈഡ് e raised to t e raised to x². അല്ലെ, അപ്പൊ ആദ്യ സ്റ്റെപ്പ് എന്താണ്, വേരിയബിളിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക. കഴിഞ്ഞില്ലല്ലോ, ഇൻറ്റു ഡെറിവേറ്റീവ് അപ്പർ ലിമിറ്റ് അല്ലേ. വാട്ട് ഈസ് ഡെറിവേറ്റീവ് അപ്പർ ലിമിറ്റ്, x. ലെബനിസ് റൂൾ എന്താ, ആദ്യം വേരിയബിളിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക, ഇൻറ്റു ഡെറിവേറ്റീവ് അപ്പർ ലിമിറ്റ്, മൈനസ് വേരിയബിളിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കുക, ഇൻറ്റു ഡെറിവേറ്റീവ് ലോവർ ലിമിറ്റ്. ഇതല്ലേ ലെബനിസ് റൂൾ. അല്ലെ, ഇനി ശരിക്കും എന്താണ്, വേരിയബിളിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കാം. പക്ഷെ ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ, ലോവർ ലിമിറ്റ് ഒരു കോൺസ്റ്റന്റ് 0 ആണ്. അല്ലെ, അപ്പൊ 0യുടെ ഡെറിവേറ്റീവ് എന്തായാലും 0 ആയി പോലെ, മൈനസ് അടുത്ത ടേം മൊത്തം എന്തായി പോകും, 0 ആയി പോകും. അപ്പൊ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ dy by dx കിട്ടി. ഇതാണ് എന്റെ dy by dx. അല്ലെ, എനിക്ക് വേണ്ടത് dy by dx 0 ആവുന്ന പോയിന്റ്സ് അല്ലേ, 0 അല്ലെ. അപ്പോൾ e raised to x² എന്തായാലും 0 ആവില്ലല്ലോ, ആ 0 ആയ ഡിനോമിനേറ്റർ അല്ലേ. അപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയാലേ അത് 0 ആയി പോയി. പിന്നെ ബാക്കി ആരുള്ളത്, x⁴ മൈനസ് 8x² പ്ലസ് 15. ഈ 2 വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് 0 ആക്കാം. ബാക്കി എന്താ, x = 0 അല്ലേ. അല്ലെ, അതിന്റെ പ്ലസ് 0 ആവാ. ഈ ടേം 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് 0 ആവണം, അല്ലെ ഇത് 0 ആവണ്ടേ. അല്ലെ, അപ്പൊ എക്സിന്റെ ഒരു വാല്യൂ കിട്ടി, എന്താ എക്സിന്റെ ഒരു വാല്യൂ എന്താണ്, 0 ആണ്. അല്ലെ, അപ്പൊ ഇനിയുള്ള വാല്യൂസ് എന്താ, ഇത് 0 ആവണ്ടേ. അല്ലെ, അപ്പൊ എന്താ x⁴ മൈനസ് 8x² പ്ലസ് 15 0. മക്കളെ, ഇവിടെ ശരിക്ക് x² u കൊടുത്താൽ x² ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. അപ്പൊ ഇനി ഒന്ന് ആലോചിക്ക്, ആഡ് ചെയ്യുമ്പോൾ -8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 വേണമെങ്കിൽ അത് -5 -3 അല്ലേ. അപ്പൊ ഇതിന് എങ്ങനെ എഴുതാം, x² - 5 ഇൻറ്റു x² - 3 എന്താ 0. അല്ലെ, ഇത് പ്ലസ് 0 ആവുക. ഒന്നെങ്കിൽ x² - 5 0 ഉണ്ട്. അപ്പൊ x² 5 ആണ്. x² 5 അല്ലേ, x +1 - √5 അല്ലേ. അല്ലെ, അല്ലെങ്കിൽ x² - 3 0 ഉണ്ട്. അപ്പൊ x² 3 അല്ലേ. അപ്പൊ x എന്താ +1 - 3 ആണ്, √3 ആണ്. അല്ലെ, അപ്പൊ എത്ര വാല്യൂ കിട്ടി, +√5 -√5 +√3 -√3 പിന്നെ x 0 അല്ലേ. അതായത് 5 വാല്യൂ. അല്ലെ, അപ്പൊ ഈ 5 വാല്യൂല് ചിലത് ലോക്കൽ മാക്സിമം ആണ്, ചിലത് ലോക്കൽ മിനിമം ആവൂലേ. ഈ 5 പോയിന്റ് വിളിക്കുന്ന പേരല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്. ആ dy by dx 0 എന്ന പോയിന്റ് അല്ലേ, ആ dy by dx 0 എന്ന പോയിന്റ് അല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്. ഇപ്പൊ 5 ആൾക്കാർ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതിൽ ഏതാണ് ലോക്കൽ മാക്സിമം, ഏതാണ് ലോക്കൽ മിനിമം എങ്ങനെ തിരിച്ചറിയാം, അത് ഫസ്റ്റ് ഡെറിവേറ്റീവോ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യാലോ. ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ നമ്പർ ലൈൻ വരക്കാണ്. ആ നമ്പർ ലൈനിൽ ആരെ മാർക്ക് ചെയ്യാം, 0 ഉണ്ട്, +√3 ഉണ്ട്, -√3 ഉണ്ട്. അല്ലെ, പിന്നെയോ +√5 ഉണ്ട്, -√5 ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അല്ലെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വരാം പ്ലസ് മൈനസ് +8 പോകാലോ. അല്ലെ, എന്തുകൊണ്ടാ, ഇവിടെ dy by dx x⁴ അല്ലേ വരിക, ഹൈസ്റ്റ് കോഷ്യന്റ് പോസിറ്റീവ് അല്ലേ. പോസിറ്റീവായി പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അല്ലെ. സോ ഇവിടെ ഡിക്രീസിംഗ് ആണ്, പ്ലസ് ആകുമ്പോൾ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഇൻക്രീസിംഗ്. അല്ലെ, അപ്പൊ ഇത് 2 ലോക്കൽ മാക്സിമം അല്ലേ. അപ്പൊ എത്ര ലോക്കൽ മാക്സിമം പോയിന്റ് ഉണ്ട്, 2. എടാ, ഇത് 1 2 3 ലോക്കൽ മിനിമം അല്ലേ. അപ്പൊ എത്ര ലോക്കൽ മിനിമം പോയിന്റ് ഉണ്ട്, 2,3 അല്ലേ. 2 ലോക്കൽ മാക്സിമം 3 ലോക്കൽ മിനിമം, 2 ലോക്കൽ മാക്സിമം 3 ലോക്കൽ മിനിമം. സോ
ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. നല്ല ക്വസ്റ്റൻ ആട്ടോ. അതായത് ലെബിനിസ് റൂളും അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് രണ്ടും മിക്സ് ആയതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.